നമ്മൾ പറയാൻ പോകുന്നത് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടു, ലോഗരിതത്തിന്റെ റൂൾസ് ഒക്കെ കണ്ടു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് തന്ന ഫംഗ്ഷൻ y is equal to u of x raised to v of x എന്നുള്ള പാറ്റേണിൽ വന്നാൽ, അതല്ലെങ്കിൽ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യേണ്ട ഫംഗ്ഷൻ കുറേ ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ ഈ രണ്ട് കേസിലുമാണ് സാധാരണ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുക. അപ്പം അതിലൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ലോഗ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ലോഗരിതം ഡിഫൈൻ ചെയ്യാൻ പാകത്തിനായിരിക്കണം യു ഓഫ് എക്സും വി ഓഫ് എക്സും ഒക്കെ. അതായത് ഇതൊക്കെ പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ മെത്തേഡായിട്ടൊന്നും പറയുന്നില്ല, ഡയറക്റ്റ് ഞാൻ പ്രോബ്ലത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. നമുക്ക് ആദ്യം let us take y equal to a raised to x. ഇതിൽ a ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ നമ്മൾ ചെയ്യുക ഇതാണ്, ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യാം. സോ ദിസ് ഇംപ്ലൈസ് log y is equal to log a raised to x. നമ്മൾ കഴിഞ്ഞ ദിവസം ലോഗിന്റെ റൂള് കണ്ടു. log x raised to n is equal to n log x അല്ലെ? ഈ ഒരു റൂള് ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? log a raised to x നെ x log a എന്ന് എഴുതാം. സോ അപ്ലൈയിങ് ദ റൂൾ ഓഫ് ലോഗരിതം ഞാൻ ഇതിനെ x log a എന്ന്. ഇനി ചെയ്യുന്നത് ഈ ഇക്വേഷന്റെ രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x. സോ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് log y? ഇറ്റ് ഈസ് 1/y, എക്സിന്റെ സ്ഥാനത്ത് y ആയതുകൊണ്ട് ഇൻറ്റു dy/dx ചെയിൻ റൂൾ. ഇനി ഇവിടെ a കോൺസ്റ്റന്റ് ആയതുകൊണ്ട് log a is a constant. ബാക്കിയുള്ളത് അതിൽ x എഴുതും. and what is the derivative of x? അത് 1 ആണ്. സോ ഇതിൽ നിന്നും നമുക്ക് dy/dx എന്താന്ന് കിട്ടും. എന്താ വരിക? അത് dy/dx കിട്ടണമെങ്കിൽ ഈ 1/y y ഇങ്ങോട്ട് വരണം. സോ the result is y log a. And substitute for y. What is y? Y is a raised to x. So the answer is a raised to x log a. ഇത് നമ്മളിപ്പോൾ പ്രോബ്ലം ആയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിലും ഇത് കാണാതെ അറിയേണ്ട ഫോർമുല തന്നെയാണ്. That is d/dx of a raised to x is equal to a raised to x log a. ഇതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയർ. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം കൺസിഡർ ചെയ്യാം. x raised to sin x where x greater than 0. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് dy/dx ഇത് y ആണെങ്കിൽ അപ്പോൾ നമുക്ക് y എന്ന് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ y എന്ന് എടുക്കാം. Now applying logarithm on both sides, നമുക്ക് എന്താ കിട്ടുക? log y is equal to log x raised to sin x എന്നാണ്. നേരത്തെ പറഞ്ഞ റൂൾ അപ്ലൈ ചെയ്താൽ അതിനെ എങ്ങനെ എഴുതാം? log x raised to sin x എന്ന് പറയുന്നത് sin x log x ആണ്. നേരത്തെ പറഞ്ഞ അതേ റൂള് log x raised to n എന്നുള്ള പാറ്റേണിലാണ്. എന്തിന്റെ സ്ഥാനത്ത് ഇവിടെ sin x ആണ്. സോ ദ റിസൾട്ട് ഈസ് sin x log x. ഇനി ഇതിനെ നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാം. log y യുടെ ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ 1/y ഇൻറ്റു dy/dx. ഇനി ഈ സൈഡിലെ sin x ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്, log x സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് റൂളിൽ ചെയ്യണം. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? ഫസ്റ്റ് ഫംഗ്ഷൻ sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഈസ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഈസ് sin x ന്റെ ഡെറിവേറ്റീവ്, അതായത് cos x. ഇനി നമുക്ക് ഇതിൽ നിന്നും dy/dx എഴുതാം. സോ വാട്ട് ഈസ് dy/dx? dy/dx ഈക്വൽ ടു 1/y യുടെ y നെ ഇങ്ങോട്ട് എടുക്കണം. y ഇൻറ്റു ഇവിടെ രണ്ട് ടേംസ് ഉള്ളതുകൊണ്ട് ആ രണ്ട് ടേംസിന് കോമൺ ആയിട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്ന y. ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് എഴുതാം. sin x ഇൻറ്റു 1/x എന്ന് പറഞ്ഞാൽ അത് sin x/x ആണ് പ്ലസ് log x ഇൻറ്റു cos x. ഇനി ആൻസർ ആവണമെങ്കിൽ എന്തേ ചെയ്യണ്ടു? ഈ y യുടെ എക്സ്പ്രഷൻ എന്താണോ അതവിടെ എഴുതാം. സോ ദ ആൻസർ ഈസ് x raised to sin x ഇൻറ്റു ബാക്കിയുള്ളതെല്ലാം സെയിം sin x/x പ്ലസ് log x ഇൻറ്റു cos x. ഇതാണ് ലോഗരിതം ഡിഫറൻസിയേഷൻ്റെ ഒരു പാറ്റേൺ. ലോഗരിതത്തിന്റെ റിസൾട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഇക്വേഷനെ മാറ്റി എഴുതാം. എന്നിട്ട് അതിൽ നിന്നും dy/dx എന്താണെന്ന് കണ്ടുപിടിക്കാം.
Now next is നമുക്ക് dy by dx കാണണം. തന്നിട്ടുള്ളത് y raised to x plus x raised to y plus x raised to x equal to a raised to b. We are given this equation. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണണം? dy by dx എത്രയാണെന്ന് കണ്ടുപിടിക്കണം. dy by dx ന്റെ എക്സ്പ്രഷൻ കാണണം. അപ്പോൾ നേരത്തെ ചെയ്തതിൽ നിന്നും ഇവിടെ ചില വ്യത്യാസങ്ങളുണ്ട്. എന്താണ്? ഒന്നാമത് തന്ന ഒരു ഇക്വേഷൻ ആണ്. പിന്നെ നേരത്തെ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസിലും ഓരോ ടേം മാത്രമേ ഉള്ളൂ. ഇവിടെ അതിന് പകരം ഇക്വേഷനിൽ തന്നെ 3 ടേംസും 4 ടേംസോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഡെറിവേറ്റീവ് കാണുക? അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് മൂന്നിനും ഓരോ ലെറ്റേഴ്സ് അപ്ലൈ ചെയ്യാം. സോ ലെറ്റ് us take u equal to y raised to x, v equal to x raised to y and w equal to x raised to x. ഇത് അപ്ലൈ ചെയ്ത നമ്മുടെ ഇക്വേഷൻ എന്തായി? u plus v plus w equal to a raised to b ആയി അല്ലേ? ഇനി ഇതിന്റെ രണ്ട് സൈഡും എങ്ങനെ ഡെറിവേറ്റീവ് കാണാം? d by dx എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? we will get d by dx of u plus v plus w equal to d by dx of a raised to b എന്ന് കിട്ടും. a യും b യും കോൺസ്റ്റന്റ് ആയതുകൊണ്ട് d by dx of a raised to b equal to 0 ആണ്. Now നമുക്കറിയാം 3-4 ടേംസ് ഉണ്ടെങ്കിൽ അതിന്റെ d by dx എങ്ങനെയാണ് എടുക്കുക? ഓരോന്നിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആഡ് ചെയ്യുക. So this implies du by dx plus dv by dx plus dw by dx equal to 0 എന്നാണ് ഇതിന്റെ അർത്ഥം. Let us write this as equation 1. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് വേണം dy by dx കാണാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് du by dx എന്താണെന്ന് എഴുതണം, dv by dx അറിയണം, dw by dx അറിയണം. ഇതൊക്കെ അറിഞ്ഞ് ഇക്വേഷൻ 1ൽ കൊടുത്താലേ അതിൽ നിന്നും dy by dx കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നൊരു വ്യത്യാസം എന്താണ്? നമുക്ക് തന്ന എക്സ്പ്രഷനിൽ കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ എക്സും വൈയും വരുന്ന ടേംസിനെയൊക്കെ ഞാൻ u v w എന്ന് എടുത്തു. അത് ബേസ് ചെയ്ത് ഇക്വേഷൻ എഴുതി. അതിൽ നിന്നും കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. ഇനി നമുക്ക് ഇത് മൂന്നും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. സോ what is our u? u is equal to y raised to x ആണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ എഴുതി വയ്ക്കാം. uവും vയും w ആണ് ഈ ഓരോന്നും. ഇനി du by dx നമുക്ക് ആദ്യം കാണാം. അതേ മെത്തേഡിലാണ് ബാക്കി ഓരോന്നും കാണുന്നത്. അപ്പോൾ du by dx കാണണമെങ്കിൽ നമ്മൾ ആദ്യം u equal to y raised to x, ഇതാണ് യുടെ എക്സ്പ്രഷൻ. ഇതിൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യാം. സോ ലോഗ് എടുത്താൽ എന്താ കിട്ടുക? log u is equal to log y raised to x. Applying the rule of logarithm, we can write it as x log y. Now you differentiate this. അപ്പോൾ എന്താ കിട്ടുക? 1 by u du by dx equal to ഇവിടെ പ്രോഡക്റ്റ് റൂൾ x into 1 by y into y ആണ് x ന്റെ സ്ഥാനത്ത്, അതുകൊണ്ട് into dy by dx plus സെക്കൻഡ് ഫംഗ്ഷൻ log y into 1 ആയതുകൊണ്ട് എഴുതുന്നില്ല. ഇതിൽ നിന്നും നമുക്ക് du by dx എന്താണെന്ന് കിട്ടും. എന്താ du by dx വരിക? 1 by യുടെ യുവിനെ ഇങ്ങോട്ട് എടുക്കണം. സോ u into ബാക്കി ഇവിടെ ഉള്ളതല്ല. അപ്പോൾ x into 1 by y നമുക്ക് x by y എഴുതാം into dy by dx plus log y. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്ത് വേണം? ഈ യുവിനെയും കൂടെ നമ്മൾ മാറ്റണം. what is our u? y raised to x. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. ഞാൻ ഇവിടെ തന്നെ മാറ്റുകയാണ് y raised to x എഴുതി. ഇതാണ് നമ്മുടെ du by dx ന്റെ റിസൾട്ട്. ഇത് ഞാൻ ഇക്വേഷൻ 2 എഴുതി വെക്കുകയാണ്. നമുക്ക് എല്ലാം കൂടെ കൊടുക്കേണ്ടത് എവിടെയാ? ഈ ഇക്വേഷൻ 1ലാണ്. ഓക്കെ, സോ ഞാനിത് ഇവിടെ എഴുതാം. du by dx plus dv by dx plus dw by dx equal to 0. ഇതാണ് ഇക്വേഷൻ 1. ഇതിലാണ് നമ്മൾ ഈ വാല്യൂസ് ഓരോന്നായിട്ട് കൊടുക്കേണ്ടത്. അതിലിപ്പോൾ du by dx ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത dv by dx. അപ്പോൾ എന്ത് ചെയ്യണം? v equal to നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിനെ എടുക്കുക. v equal to x raised to y implies ഇതിൽ log അപ്ലൈ ചെയ്യാം. എന്താ കിട്ടുക? log v is equal to log x raised to y ആണ്. അതിൽ ലോഗിന്റെ റൂൾ കൊടുത്താൽ y log x എന്നാവും. Now let us differentiate this. അപ്പോൾ എന്താ കിട്ടുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് log v is 1 by v, x ന്റെ സ്ഥാനത്ത് v ആയതുകൊണ്ട് dv by dx ഓടെ ഇൻഡ്യൂ ചെയ്യാം. ഇവിടെ പ്രോഡക്റ്റ് റൂള് y into log x ന്റെ ഡെറിവേറ്റീവ് 1 by x plus log x into y യുടെ ഡെറിവേറ്റീവ് dy by dx.
ഇനി എന്ത് ചെയ്യണം? dv by dx ആണെങ്കിൽ v നെ ഇങ്ങോട്ട് എടുക്കണം. So this implies dv by dx equal to v into ഇതിനെ ഞാൻ y by x എഴുതി plus log x into dy by dx. ഇനി ആൻസർ ആവണമെങ്കിൽ എന്ത് വേണം? ഈ v നെ കൂടെ റീപ്ലേസ് ചെയ്യണം. So what is our v? x raised to y. ഇതാണ് dv by dx ന്റെ റിസൾട്ട്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് വേണം? dw by dx. ഇതാണ് നമ്മൾ w എന്ന് കൊടുത്തിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പ് ഞാൻ അത് ചെയ്യാണ്. w equal to x raised to x. അതിലിപ്പോൾ ചെയ്ത പോലെ log അപ്ലൈ ചെയ്യുക. log w equal to x log x now. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 by w dw by dx equal to ഇവിടെ പ്രോഡക്റ്റ് റൂള് x into 1 by x plus log x into 1. അതിൽ നിന്നും dw by dx equal to കിട്ടും w into ഈ ഭാഗം. അതിൽ ആ x നെ കട്ട് ചെയ്യാം, ബാക്കി 1 plus log x ഉണ്ട്. So what is dw by dx? It is equal to w എന്താണ്? x raised to x into 1 plus log x. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്. ഇത് ഇക്വേഷൻ 3 ആണ്. ഏത്? dv by dx. ഇതിന് നമുക്ക് ഫോം കൊടുക്കാം. അപ്പൊ ഇനി എന്ത് ചെയ്യണം? 3ഉം 2ഉം 3ഉം 4ഉം 1ലേക്ക് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ അപ്ലൈയിങ് സ്റ്റെപ്പ് അങ്ങ് മായ്ക്കാം. ആവശ്യമുള്ളത് മാത്രം അവിടെ നിർത്തുകയാണ്. അപ്ലൈയിങ് ഏതൊക്കെ? 2, 3 and 4. ഇക്വേഷൻ 1 implies 1 ഇതാണ്. 1ലെ ഓരോ ടേമിന് പകരം നമ്മൾ അത് അതിന്റെ എക്സ്പ്രഷൻ കൊടുക്കുകയാണ്. അപ്പൊ ആദ്യത്തേത് du by dx. അതെന്താണെന്ന് എഴുതാം? y raised to x into x by y dy by dx plus log y. ഇതാണ് du by dx. അടുത്തത് dv by dx വേണം, തോർത്ത് വെച്ചാൽ മതി. Now du by dx, dv by dx, dw by dx ഇതിന്റെ വാല്യൂസ് ഇക്വേഷൻ 1ൽ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് du by dx ന്റെ ഭാഗം, ഇത് dv by dx, ഇത് dw by dx equal to 0. ഇക്വേഷൻ 1ൽ ഇങ്ങനെ മാറ്റി എഴുതി. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ dy by dx കാണുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. dy by dx ഉള്ള രണ്ട് ടേംസ് ഉണ്ട്. ഒന്ന് ഇത്, മറ്റേത് ഇത്. ഈ രണ്ടിൽ നിന്നും dy by dx നെ ഞാൻ കോമൺ ആയിട്ട് പുറത്ത് എഴുതാണ്. ബാക്കി ഇതിൽ എന്താണത്? y raised to x ഉള്ളിലേക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ ബാക്കി y raised to x into x by y ഈ ടേം ആയി. അടുത്തത് ഈ ടേമിൽ നിന്ന് dy by dx പുറത്ത് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് എന്താ? x raised to y into log x. ഈ രണ്ട് ടേമിലാണ് dy by dx ഉള്ളത്. അതിനെ കമ്പൈൻ ചെയ്തു. ഇനി dy by dx ഇല്ലാത്ത ടേംസ് എല്ലാം റൈറ്റിലേക്ക് മാറ്റാം. അപ്പൊ നോക്കൂ, ലെഫ്റ്റിലെല്ലാം പോസിറ്റീവ് ആണ്. അപ്പോൾ റൈറ്റിലേക്ക് മാറ്റുമ്പോൾ ഈ മാറ്റുന്ന എല്ലാ ടേംസും നെഗറ്റീവ് ആണ്. സോ ആ നെഗറ്റീവ് ഓരോ ടേമിനും എഴുതുന്നതിന് പകരം ഞാൻ അതിനെ ബ്രാക്കറ്റിൽ പുറത്തിട്ടു. ഇനി ഇതിനെ അങ്ങോട്ട് മാറ്റിയാൽ എന്താ കിട്ടുക? ആദ്യം മാറ്റുന്നത് log y. log y അല്ല, y raised to x log y. സോ ഇവിടെ y raised to x log y ഞാൻ ആദ്യം എഴുതി. അടുത്തത് ഇവിടെ ഈ ടേം ആണ് അല്ലെ, x raised to y എടുക്കാം. അപ്പൊ പ്ലസ് x raised to y into y by x. dy by dx ഇല്ലാത്ത ടേം. ഇത് രണ്ടും dy by dx ഇല്ലാത്തതാണ്. അപ്പൊ നമുക്ക് രണ്ടും മൈനസ് പുറത്ത് വെച്ചതുകൊണ്ട് രണ്ടും ഉള്ളിൽ തന്നെ എഴുതാം. പ്ലസ് x raised to x നെ ഉള്ളിലേക്ക് എടുത്തിട്ട് എഴുതാം. x raised to x പ്ലസ് x raised to x log x. ബ്രാക്കറ്റിന്റെ എണ്ണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? dy by dx equal to മൈനസ് ഓഫ് നേരത്തെ എഴുതിയ റൈറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഈ ഭാഗം എഴുതും. ഇനി ഈ റൈറ്റ് സൈഡ് എഴുതുമ്പോൾ നോക്കാം, മൈനസ് ഓഫ് y raised to x log y. അതങ്ങനെ തന്നെ എഴുതി. ഈ ടേമിൽ നോക്കൂ, ഒരു x കട്ട് ചെയ്യാം അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് x raised to y minus 1 y എന്ന് എഴുതാം. ശരിയല്ലേ? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. ഇനി അടുത്ത രണ്ട് ടേം നോക്കുക, x raised to x പ്ലസ് x raised to x log x. ബാക്കി രണ്ടും അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ, ഇനി ഇതാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു y നെ ചെറുതായിക്കൂടെ? അപ്പൊ ഡിനോമിനേറ്റർ എന്താ കിട്ടുക? y raised to x minus 1 into x plus x raised to y log x. So this is our dy by dx.
ഇത് കുറച്ച് ലെങ്തി ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 3 ടേം ഉണ്ട്. 3 ടേം നമ്മൾ യു വി ഡബ്ല്യു കൊടുത്ത് സെപ്പറേറ്റ് അതിന്റെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ച് ഡി ബൈ ഡി എക്സിന്റെ ഇക്വേഷനിൽ കൊടുത്ത് അതിൽ നിന്നാണ് ഡി വൈ ബൈ ഡി എക്സിലേക്ക് കടക്കുന്നത്. ഇനി നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. y is equal to sin x whole raised to x plus sin inverse root x dy by dx കാണും. അപ്പൊ ഇവിടെയും നേരത്തെ ചെയ്ത പോലെ നോക്കാം. നേരത്തെ 3 ടേം ഉണ്ടായിരുന്നു ഇക്വേഷനിൽ, ഇവിടെ 2 ടേമേ ഉള്ളൂ. ഇക്വേഷൻ ആക്കിയതാണ് y ഈക്വൽ ടു ഞാൻ എടുത്തതാണ്. എനിവേ 2 ടേം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് നമുക്ക് u എന്ന് കൊടുക്കാം, ഇതിനെ നമുക്ക് v എന്ന് കൊടുക്കാം. അപ്പൊ അത് നിങ്ങൾ എഴുതുക. ലെറ്റ് u ഈക്വൽ ടു sin x whole raised to x and v is equal to sin inverse root x. അങ്ങനെയാണെങ്കിൽ what is dy by dx? dy by dx equal to du by dx plus dv by dx ആണ്. ഇതിനെ നമ്മൾ ഇവിടെ ഇക്വേഷൻ 1 ആയിട്ട് വെച്ചു. നേരത്തെ ചെയ്ത പോലെ ഇത് രണ്ടും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഇക്വേഷനിൽ കൊടുത്ത് അതിൽ നിന്നും dy by dx എന്താണെന്ന് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം du by dx കാണാനുള്ള വഴി നോക്കാം. അതിനെന്ത് ചെയ്യണം? u ഈക്വൽ ടു sin x whole raised to x എടുക്കാം. Now applying logarithm, log u is equal to ഇവിടെ x log sin x കിട്ടും. log sin x raised to x ന്റെ സ്ഥാനത്ത് ലോഗിന്റെ റൂട്ട്സിൽ ന്റെ സ്ഥാനത്ത് x ആണ്. അപ്പൊ x log sin x കിട്ടും. ഇതില് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്താൽ രണ്ട് സൈഡും ഡിഫറൻസിയേഷൻ ചെയ്താൽ 1/u du by dx ഈക്വൽ ടു പ്രൊഡക്റ്റ് റൂൾ പ്രകാരം x ഇൻറ്റു log sin x ന്റെ ഡെറിവേറ്റീവ് 1/sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് sin x ദാറ്റ് ഈസ് cos x പ്ലസ് അടുത്ത ടേം സെക്കൻഡ് ഫംഗ്ഷൻ log sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദാറ്റ് ഈസ് 1. ഇനി നമുക്ക് ഇതിൽ നിന്നും du by dx എഴുതണം. സോ വാട്ട് ഈസ് du by dx? du by dx ഈക്വൽ ടു എഴുതണമെങ്കിൽ u ഇങ്ങോട്ട് പോകണം. സോ u ഇൻറ്റു x cos x by sin x നെ നമുക്ക് ചേർത്തിട്ട് cot x എഴുതാം പ്ലസ് log sin x. ഇനി എന്ത് വേണം? ആൻസർ ആവണമെങ്കിൽ ആ u ന് പകരം u ന്റെ എക്സ്പ്രഷൻ കൊടുക്കാം. സോ വാട്ട് ഈസ് അവർ u? sin x whole raised to x. ഇതാണ് du by dx. ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കും. അടുത്ത നമുക്ക് dv by dx ആണ് ഇക്വേഷൻ 1ലേക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? v ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് x എടുക്കാം. ഇനി ഇവിടെ നമുക്ക് നോക്കുക, ലോഗിന്റെ ആവശ്യമില്ല, കാരണം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ പാറ്റേൺ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് റൂട്ട് x വെച്ച് എഴുതിയാൽ മതി. സോ വാട്ട് ഈസ് dv by dx? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√(1 - x²). ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ റൂട്ട് x എഴുതണം. സോ വാട്ട് ഈസ് ദ റിസൾട്ട്? 1/√(1 - √x². അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് റൂട്ട് x അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് x വേണം. ദാറ്റ് ഈസ് 1/2√x. അപ്പൊ ഇത് നമുക്ക് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ന്യൂമറേറ്റർ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് x ഇൻറ്റു ഈ x ആണ് എഴുതിയത്. ഇതും കൂടെ അതിന്റെ കൂടെ ഇൻറ്റു ചെയ്യാലോ. റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x ആണ്. സോ ഈ ടേം എന്തായി? 1 - x. അപ്പൊ ഇതാണ് ഇക്വേഷൻ 3, അതായത് dv by dx. ഇനി ആൻസറിലേക്ക് പോവാം. എന്ത് ചെയ്യണം? therefore ഇക്വേഷൻ 1 implies 1ലെ ഈ റിസൾട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 1 implies dy by dx equal to ഇവിടെ ഡയറക്റ്റ് അത് തന്നെയാണ് കിട്ടുന്നത്. ആ രണ്ട് എക്സ്പ്രഷൻസ് എഴുതിയാൽ മതി. sin x whole raised to x into x cot x plus log sin x, അത് du by dx plus dv by dx എന്താണ്? 1/2 into root of x into 1 - x. So this is our answer. ഇവിടെ ഈ x നെ വേണമെങ്കിൽ ഉള്ളിലേക്ക് കൂടെ എടുത്തിട്ട് എഴുതാം അത്യാവശ്യം. നമുക്ക് ഇതേപോലെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കാം.
അടുത്തത് y is equal to x plus 1 by x whole raised to x plus x raised to 1 plus 1 by x. ഇതാണ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് dy by dx എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നേരത്തെ കണ്ട പോലെ രണ്ട് ടേം ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇതിന് u എന്ന് കൊടുക്കുക. let this be equal to v. so what is dy by dx? നേരത്തെ ചെയ്ത പോലെ അത് du by dx plus dv by dx ആണ് നമ്മുടെ ആൻസർ. അത് ഇക്വേഷൻ 1. now നമുക്ക് u ൽ നിന്ന് തുടങ്ങാം. u is equal to x plus 1 by x whole raised to x. so applying logarithm log u is equal to എന്ത് കിട്ടും, ഇവിടെ പവറിൽ x ആണ്. അപ്പോൾ x log x plus 1 by x. now derivative എടുക്കാം. so 1 by u du by dx equal to x first, ഇത് second. first into what is derivative of second? 1 by x plus 1 by x into derivative of x plus 1 by x. x ന്റെ derivative 1 plus 1 by x ന്റെ derivative minus 1 by x square. first into derivative of second ആയിട്ടുള്ളൂ. അടുത്ത second into log x plus 1 by x into derivative of first, അത് 1 ആണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ u ഇങ്ങോട്ട് എടുക്കുമ്പോൾ സിംപ്ലിഫൈ ചെയ്താലും മതി. du by dx equal to u into ഇത് സിംപ്ലിഫൈ ചെയ്താൽ x by നമുക്ക് ഇതിനെ ഒന്നിച്ചാക്കാം x സ്ക്വയർ പ്ലസ് 1 by x എന്നാണ് വരിക. അത് തിരിച്ചിടുമ്പോൾ മേലെ പോവില്ലേ, സോ ഇവിടെ ഞാൻ x സ്ക്വയർ ആക്കി ഇൻറ്റു ഇനി ഈ ടേമിനെ നോക്കാം. ഇതെന്താണ് ആക്ച്വലി 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. ആ എക്സ് സ്ക്വയർ കോമൺ ആക്കി എന്താ കിട്ടുക, എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്നാവും പ്ലസ് ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഓക്കെ, അപ്പോൾ യു ഇൻറ്റു എന്ന് എഴുതുമ്പോൾ ഇവിടെ എല്ലാ ബ്രാക്കറ്റും വേണ്ടി, ഇത് രണ്ടും കൂടെ ഒന്നിച്ചല്ലേ, ഇൻറ്റു അല്ലേ, അപ്പോൾ ഈ ബ്രാക്കറ്റ് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. സോ ഇവിടെ എക്സ് സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ കിട്ടും. സോ വാട്ട് ഈസ് അവർ ആൻസർ? യുവിന് പകരം അതിൻ്റെ എക്സ്പ്രഷനും കൂടെ കൊടുക്കാം. എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ റേസ് ടു എക്സ് ഇൻറ്റു ഇതിൽ എക്സ് സ്ക്വയർ കട്ട് ചെയ്താൽ ബാക്കി എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ലോഗ് ഓഫ് എക്സ് പ്ലസ് 1 ബൈ എക്സ്. ഇതാണ് ഇക്വേഷൻ 2, അതായത് ഡി യു ബൈ ഡി എക്സിൻ്റെ റിസൾട്ട്. ഇനി ഇതേപോലെ നമുക്ക് dv by dx കൂടെ കിട്ടണം. dv by dx. അപ്പോൾ നമുക്ക് v equal to x raised to 1 plus 1 by x ൽ നിന്ന് തുടങ്ങാം. അതിൽ log എടുത്താൽ log v equal to 1 plus 1 by x into log x എന്ന് കിട്ടും. du by dx മാത്രം താഴെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ log അപ്ലൈ ചെയ്താലോ 1 by v dv by dx equal to, സോറി ലോഗ് അല്ല, ഡെറിവേറ്റീവ് എടുക്കുകയാണ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ 1 plus 1 by x into derivative of log x, that is 1 by x plus log x into 1 plus 1 by x ന്റെ ഡെറിവേറ്റീവ്. അതിൽ 1 ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. 1 by x ന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് 1 by x സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്നും ഇംപ്ലൈസ് എഴുതുക dv by dx equal to v into ഈ കിട്ടിയ എക്സ്പ്രഷൻ, അതായത് 1 പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു 1 ബൈ എക്സ്. ഇതിൻ്റെ മൊത്തം ചിഹ്നം നമുക്ക് മൈനസ് ഇടാം, മൈനസ് ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഇനി അതിൽ നേരത്തെ പറഞ്ഞ പോലെ വിനെ ഒന്ന് മാറ്റാം, വിക്ക് പകരം എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ എക്സ് കൊടുക്കാം. ഇത് ഇക്വേഷൻ 3. ഇനി dy by dx ഈക്വൽ ടു ഇക്വേഷൻ 1 അവിടെ ഉണ്ട്. അവിടെ നമ്മൾ du by dx ന്റെ സ്ഥാനത്ത് അതും dv by dx ന്റെ സ്ഥാനത്ത് അതും കൊടുക്കാം. സോ വി വിൽ ഗെറ്റ് ഇക്വേഷൻ 1 implies dy by dx ഈക്വൽ ടു ഇത് du by dx ന്റെ എക്സ്പ്രഷൻ പ്ലസ് dv by dx ന്റെ എക്സ്പ്രഷൻ ആ സ്ഥാനത്തേക്ക് എഴുതാം. സോ x റേസ് ടു 1 plus 1 by x into 1 plus 1 by x into 1 by x minus log x by x square. So this is our answer.